പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണചരിതത്തിലേക്ക് തന്നെ മടങ്ങാം. ബ്രാഹ്മണൻ യദുവിനോട് തൻ്റെ 24 ഗുരുക്കന്മാരിൽ അടുത്തതായി പറഞ്ഞത് കപോതപക്ഷിയെ പറ്റിയാണ്. മാടപ്രാവ് അല്ലെങ്കിൽ കപോതപക്ഷി തൻ്റെ ഭാര്യയോടുകൂടി കാട്ടിൽ കൂടുണ്ടാക്കി വസിച്ചു. അവർക്ക് കുറെ സന്താനങ്ങളും ഉണ്ടായി. ദമ്പതികൾ അവയെ വാത്സല്യപൂർവ്വം വളർത്തി. ഒരു ദിവസം അവർ ഭക്ഷണം തേടിപ്പോയ സമയം നോക്കി ഒരു വേടൻ പക്ഷിക്കുഞ്ഞുങ്ങളെ വല വെച്ച് പിടിച്ചു. വലയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ ദയനീയമായി നിലവിളിച്ചു. മടങ്ങി വന്ന മാതാപിതാക്കൾ ആ കാഴ്ച കണ്ടു. തള്ളപ്പക്ഷിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞുങ്ങളുടെ സമീപം പാഞ്ഞു ചെന്ന് താനും വലയിൽപ്പെട്ടു. തൻ്റെ പ്രാണങ്ങളായ ഭാര്യയും കുഞ്ഞുങ്ങളും വലയിൽപ്പെട്ട് കരയുന്നത് കണ്ട ആൺപക്ഷി സ്നേഹപാശത്താൽ മോഹിച്ചു. ഇനി താൻ മാത്രം എന്തിനും ജീവിച്ചിരിക്കണമെന്ന് ചിന്തിച്ച് സ്വയം ആ വലയിൽ ചെന്ന് വീണു. ഒരു കുടുംബം മുഴുവൻ വലയിൽ കിട്ടിയ സന്തോഷത്തോടുകൂടി വേടൻ അവയെ കൊണ്ടുപോയി. അതുപോലെ കുടുംബപോഷണം മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് ധരിക്കുന്ന മനുഷ്യൻ കുടുംബത്തോടുകൂടി നശിക്കുന്നു. പരമപദ പ്രാപ്തിക്ക് ഏക സാധനമായ മനുഷ്യദേഹം ലഭിച്ചിട്ടും ആ പക്ഷിയെപ്പോലെ കുടുംബാസക്തനായി കാലം കളയുന്നവൻ മരത്തിൽ കയറി കൈവിടുന്നവനെ പോലെ സ്വയം നശിക്കുന്നു. അസ്ഥാനത്തുള്ള അതിസ്നേഹം നാശം വരുത്തുമെന്ന് കബോധത്തിൽ നിന്ന് പഠിച്ചു. അടുത്തതായി അജഗരം. മലമ്പാമ്പ് ഒരിടത്ത് വെറുതെ കിടക്കും. അരികിൽ ഇര വന്നാൽ പിടിച്ചു തിന്നും. വന്നില്ലെങ്കിലോ എത്ര ദിവസം വേണമെങ്കിലും പട്ടിണി കിടന്നുകൊള്ളും. അതുപോലെ യോഗിയും ഉദരപൂർത്തിക്കായി ഓടി നടക്കാതെ ഈശ്വര വിചാരത്തിൽ ശ്രദ്ധാവാനായിരിക്കണം. എപ്പോൾ എന്ത് ഭക്ഷണം കിട്ടുന്നുവോ അതിനെ സ്വാദ് നോക്കാതെ ഭക്ഷിക്കണം. ശരീരം പ്രാരാബ്ധം അനുഭവിച്ച് തീർക്കാനുള്ള വീടാണ്. അതിനാൽ ശരീരം നിലനിർത്തേണ്ട ചുമതല നമുക്കല്ല, പ്രാരാബ്ധത്തിനാണ് എന്ന് ധൈര്യമായി ഉറപ്പിക്കണം. ഇന്നത് കിട്ടണം, ഇത്ര കിട്ടണം എന്ന് സങ്കല്പിക്കരുത്. എങ്ങനെയായാലും പ്രാരാബ്ധം അനുഭവിക്കുന്നത് വരെ ദേഹം നിലനിൽക്കും. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരുമ്പോഴാണ് സുഖദുഃഖ അനുഭവം ഉണ്ടാകുന്നത്. അത് സ്വർഗത്തിലുമുണ്ട്. നരകതുല്യമായ സൂകരജന്മത്തിലും കളത്രപുത്ര സുഖമുണ്ട്. അമേദ്യം അതിന് അമൃതമാണ്. അതുപോലെ സ്വർഗവാസികൾക്കും യുദ്ധം, മത്സര്യം, അസൂയ മുതലായ ദുഃഖമുണ്ട്. ദുഃഖം ആരും ആവശ്യപ്പെടാറില്ലെങ്കിലും വന്നു ചേരുന്നു. കാരണം സുഖദുഃഖങ്ങൾക്ക് ഹേതു അദൃഷ്ടമാണ്, മനുഷ്യ പരിശ്രമമല്ല. അദൃഷ്ടവശാൽ വരുന്നതിനെ തടുക്കാനും സാധ്യമല്ല. അതിനാൽ വരുന്നതിനെ തിദിക്ഷയോടുകൂടി സഹിച്ചുകൊണ്ട് ഭഗവത് സ്മരണ വിടാതിരിക്കുന്നവനാണ് വിവേകി. ഇത് അജഗരത്തിൽ നിന്ന് പഠിച്ചു. സമുദ്രം. നിശ്ചലവും അഗാധവുമായ സമുദ്രത്തിൻ്റെ ആഴം എത്രയെന്നും ഉള്ളിൽ എന്തെല്ലാം ഉണ്ടെന്നും ആർക്കും അറിയുവാൻ സാധ്യമല്ല. അതുപോലെ യോഗി പ്രസന്ന ഗംഭീരനായിരിക്കണം. തൻ്റെ വൈഭവം പുറത്ത് കാണിക്കരുത്. സമുദ്രത്തിൽ ഇറങ്ങാൻ ഭയപ്പെടുന്നത് പോലെ യോഗിയുടെ തപോബലത്തെയും ഭയപ്പെടണം. സമുദ്രത്തിൽ ധാരാളം ജലം വന്നു ചേരും, അതുപോലെ ആവിയായി പോകുകയും ചെയ്യും. രണ്ടവസ്ഥയിലും സമുദ്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വ്യത്യാസമില്ല. അതുപോലെ ഏത് പരിതസ്ഥിതിയായാലും സമനില തെറ്റാതെ ഇരിക്കണമെന്ന് സമുദ്രത്തിൽ നിന്നും പഠിച്ചു. ശലഭം. അഗ്നി സുഖദായകമാണെന്ന് മോഹിച്ച് ശലഭം അഗ്നിയിൽ പറന്നു വീണ് നശിക്കുന്നു. അതുപോലെ അജിതേന്ദ്രിയൻ സ്ത്രീ വിത്ത ഗൃഹാദികൾ സുഖാസ്പദങ്ങളാണെന്ന് മോഹിക്കുന്നു. എന്നാൽ അവ ഒരിക്കലും സുഖം തരുന്നില്ല. എങ്കിലും അവയ്ക്ക് വേണ്ടി ജീവിതം കളയുന്നു. വിവേകി അങ്ങനെയാകരുതെന്ന് ശലഭത്തിൽ നിന്ന് പഠിച്ചു. വണ്ട്. വണ്ട് പുഷ്പസാരമായ തേൻ മാത്രം സ്വീകരിക്കുന്നു. അതുപോലെ ബുദ്ധിമാൻ ശാസ്ത്രസാരം മാത്രം ഗ്രഹിക്കണം. വണ്ട് തനിക്ക് ആവശ്യമുള്ള തേൻ മുഴുവൻ ഒരു പൂവിൽ നിന്ന് മാത്രമായി എടുക്കുകയില്ല, പലതിൽ നിന്നും അല്പാൽപം എടുക്കുന്നു. ഒരു പൂവിലും അധികം സമയം ഇരിക്കുകയില്ല. ക്ഷണത്തിൽ അടുത്ത പുഷ്പത്തിലേക്ക് പോകും. അതുപോലെ മുനി ശരീരധാരണത്തിന് വേണ്ടത് മാത്രം ഭിക്ഷ വാങ്ങണം. അതും പല ഗൃഹങ്ങളിൽ നിന്നായി വാങ്ങണം. ഭിക്ഷ കിട്ടിയാലുടൻ സ്ഥലം വിടണം. ഇത് വണ്ടിൽ നിന്നും പഠിച്ചു. തേനീച്ച. തേനീച്ച കഷ്ടപ്പെട്ട് തേൻ ശേഖരിച്ച് കൂട്ടിവെക്കുന്നു. തേൻ എടുക്കുന്നവൻ തേനീച്ചകളെ നശിപ്പിച്ച് തേനും കൊണ്ടുപോകുന്നു. ഈ വിധം കൂട്ടിവെച്ചിരിക്കുന്നില്ലെങ്കിൽ അവയ്ക്ക് ആപത്ത് വരുമായിരുന്നില്ല. അതുപോലെ ഭിക്ഷുവും നാളത്തേക്ക് സംഭരിച്ച് സൂക്ഷിച്ച് അനർത്ഥം വലിച്ചു വയ്ക്കരുത്. ഭിക്ഷ വാങ്ങാൻ കൈകളും സൂക്ഷിക്കാൻ വയറും മാത്രമായിരിക്കണം. ഇത് തേനീച്ചയിൽ നിന്ന് പഠിച്ചു. ആന. പിടിയാനയുടെ സംഘം മോഹിച്ച് സമീപിക്കുന്ന കൊമ്പൻ വഴിയിൽ മനുഷ്യനുണ്ടാക്കിയ കുഴിയിൽ വീഴുന്നു. പിന്നെ ആയുഷ്കാലം മുഴുവൻ മനുഷ്യനും അടിമവേല ചെയ്യേണ്ടി വരുന്നു. മരം കൊണ്ടുള്ള സ്ത്രീരൂപമായാലും സന്യാസി കാൽ കൊണ്ടുപോലും തുടരുത്. സ്ത്രീ സംഘം സന്യാസി ദൂരെ വർജിക്കണം. ഒരു കൊമ്പനാന പിടിയോടുകൂടി ചേരുന്നതും അന്യഗജങ്ങൾ കണ്ടാൽ അതിനെ എതിർത്ത് കൊല്ലാറുണ്ട്. അതുപോലെ
ഒരുവന്റെ സ്ത്രീയെ കൈക്കലാക്കാൻ അന്യൻ അവനെ വധിച്ചെന്നു വരാം. വിവേകി സ്ത്രീയിൽ മോഹിക്കരുതെന്ന് ആനയിൽ നിന്ന് പഠിച്ചു. തേൻ എടുക്കുന്നവൻ തേനീച്ച സമ്പാദിക്കുന്ന തേൻ ആദ്യം അനുഭവിക്കുന്നത് തേൻ എടുക്കുന്നവനാണ്. അതുപോലെ ഗൃഹസ്ഥനുണ്ടാക്കുന്ന ഭക്ഷണം ആദ്യം സന്യാസി അനുഭവിക്കുന്നു. ഗൃഹസ്ഥന്റെ അന്നത്തിനും സന്യാസിയും ബ്രഹ്മചാരിയുമാണ് ആദ്യം അവകാശികൾ. തേനീച്ചയെപ്പോലെ സമ്പാദ്യം മാത്രം ചെയ്ത് താനും അനുഭവിക്കാതെ അന്യർക്കും കൊടുക്കാതെ കെട്ടിസൂക്ഷിക്കുന്ന ധനം അന്യർ അപഹരിച്ച് അനുഭവിക്കും. അത് തേനെടുക്കുന്നതിൽ നിന്ന് പഠിച്ചു. മാൻ വേടൻ വഴിയിൽ വല വെച്ചിട്ട് മറഞ്ഞിരിക്കുന്നു. സംഗീതം തുടങ്ങും. അത് കേട്ട് മോഹിച്ച് മാൻ ഓടിച്ചെന്ന് വലയിൽ കുടുങ്ങും. അതുപോലെ ഗ്രാമഗീതത്തിൽ മോഹിച്ച വിഷയങ്ങളിൽ കുടുങ്ങരുത്. ഭഗവത്പരങ്ങളും ഭക്തി വർദ്ധകങ്ങളുമായ ഗാനങ്ങൾ മാത്രം ശ്രദ്ധിക്കണം. ഇത് മാനിൽ നിന്ന് പഠിച്ചു. മത്സ്യം ചൂണ്ടയിൽ കോർത്ത അല്പാഹാരം മോഹിച്ച് ചെന്ന് മത്സ്യം ചൂണ്ടയിൽ അകപ്പെടുന്നു. നാവിനെ തൃപ്തിപ്പെടുത്താൻ പാടുപെടുന്ന മൂഢനും ഇതുതന്നെ ബലം. എല്ലാ ഇന്ദ്രിയങ്ങളും അടങ്ങിയാലും നാവ് അടങ്ങുകയില്ല. നാവടങ്ങിയാൽ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളും അടങ്ങിയതു തന്നെ. അത്ര ദുർജയമാണ് രസനേന്ദ്രിയം. പട്ടിണി കിടന്നാൽ പോലും നാവ് തോൽക്കുകയില്ല. ആഹാരം കിട്ടാനാകും തോറും നാവിന് ഇഷ്ടരസത്തിലുള്ള മോഹം വർദ്ധിക്കും. അതിനാൽ നാവിനെ ഒരിക്കലും ലാളിക്കരുത്. ശരീരധാരണത്തിന് വേണ്ടത് സ്വാദ് നോക്കാതെ ഭക്ഷിക്കണം. രസനേന്ദ്രിയത്തെ ജയിക്കാതെ മറ്റ് ഇന്ദ്രിയങ്ങളെ ജയിച്ചതുകൊണ്ട് ഫലമില്ല. ഇത് മത്സ്യത്തിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.